കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഛത്തീസ്ഗഡിൽ ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. സീറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല ആസ്ഥാനമായ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭയുടെ 2 സിസ്റ്റേഴ്സ്, സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ റിമാൻഡിലാണ്. നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് തുടങ്ങിയ ആരോപണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവസംഘടനയായ ബജ്രംഗ് ദാൾ പ്രവർത്തകരാണ് ഈ അറസ്റ്റിന് പിന്നിലെന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള അറിവ്. ഇതിന്റെ ഇടയിലെല്ലാം എൻ്റെ ബ്രെയിനിൽ സ്റ്റക്കായത് നിർബന്ധിത മതപരിവർത്തനം എന്നൊരു വാക്ക് മാത്രമായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഒരാൾ നിർബന്ധിച്ച് ചെയ്യുന്നതാണോ മതപരിവർത്തനം? ഈ പോയാലോ, മാമോദീസ മുങ്ങിയാലോ, ഇനി മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലോ ഒരാൾ ക്രിസ്ത്യാനി ആവണം എന്നില്ല. മറ്റൊരാളുടെ പ്രേരണയാൽ ഇതൊക്കെ ചെയ്താലും നമ്മുടെ വിശ്വാസത്താൽ മാത്രമേ നമ്മൾ മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നുള്ളൂ. അതല്ലാത്തിടത്തോളം അതിനെ മതപരിവർത്തനം എന്നെങ്ങനെയാണ് പറയുക? പക്ഷേ നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടികൾ പോലും മീഡിയാസിനോട് പറയുന്നുണ്ട് അവരെ ആരും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടോ ബജ്രംഗ് ദാൾ പ്രവർത്തകർക്ക് ഇതിൽ താല്പര്യം കുറച്ച് കൂടുതലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 ഒരു പോയിന്റ് ഉണ്ട്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതായത് ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത്. അതിനെ ഇങ്ങനെ അടിച്ചമർത്താനും അതിനെ ഭയപ്പെടുന്നതും എന്തിനാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഈ ഇഷ്യൂസൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലും ഉയർന്നു വന്നൊരു ചോദ്യം ഇതായിരുന്നു, എന്തിനാണ് കേരളത്തിലെ ഒരു ക്രിസ്തീയ സഭയിലെ കന്യാസ്ത്രീകൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ പോയി ക്രിസ്ത്യാനിറ്റിയെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്? സത്യത്തിൽ ക്രിസ്ത്യൻ സഭയിലുള്ള കന്യാസ്ത്രീകൾ ക്രിസ്ത്യാനിറ്റിയെ പ്രചരിപ്പിക്കാനാണ് അവിടെ പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ 1920 കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധയുണ്ടായിരുന്നു. നമ്മളൊക്കെ സ്നേഹത്തോടെ മദർ തെരേസ എന്ന് വിളിക്കുന്ന ഒരു വിശുദ്ധ. വിശക്കുന്നവന് ഭക്ഷണവും മറ്റാരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന ഒരുപാട് കുഷ്ഠരോഗികൾക്ക് സാന്ത്വന പരിചരണവും അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന ഒരുപാട് ദരിദ്രരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും നൽകിയ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സ്ഥാപനം സ്ഥാപിച്ച വിശുദ്ധയായ അമ്മ. അവർ ഒരിക്കലും കൽക്കട്ടയിലേക്ക് പോയത് മതപരിവർത്തനത്തിനായിരുന്നില്ല. അന്ന് അതിൻ്റെ പേര് ചാരിറ്റി എന്നായിരുന്നു. ഇന്ന് അതിലാരൊക്കെയോ വർഗീയതയും കലർത്തിയിരിക്കുന്നു. ഇനി എന്തായാലും അടുത്ത ക്രിസ്മസിന് കേക്കും സ്വർണ്ണക്കിരീടവും ഒക്കെയായി പള്ളിയിൽ ആരൊക്കെ പോകുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. വോട്ട് കിട്ടാനായിട്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും വിശ്വാസത്തെ മുതലെടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് എല്ലാവരോടും അപേക്ഷയുള്ളൂ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളൊക്കെയും ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടെ കേട്ടോ. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വരുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ള മാനേജ്മെൻറ്റിൻ്റെ സ്കൂളുകളാണ്. അവിടെയൊക്കെ ഒരുപാട് ഹിന്ദുസും ക്രിസ്ത്യൻസും മുസ്ലിംസും പഠിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വർഗീയതയോ ക്രിസ്ത്യാനിറ്റിയോ അല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദയവായി ഒരു കുടുംബം പോലെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിംസും കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. അവിടെ ദയവായി നിങ്ങളുടെ വർഗീയ വിഷയവുമായിട്ട് വരരുതെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു.